ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയൊരു നേട്ടത്തിൽ കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. ഒട്ടുമിക്ക മേഖലകളിലും നേട്ടം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വലിയൊരു നിക്ഷേപമാണ് കഴിഞ്ഞ ദിവസം വിപണി ഇത്തരത്തോളം നേട്ടത്തിലേക്ക് എത്തിച്ചത്. ഏതാണ്ട് 12,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ഇത് അടുത്ത കാലത്തേക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു നിക്ഷേപവുമാണ്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അതുകൊണ്ട് തന്നെ വിപണിയിൽ കാര്യമായി ഇടപെട്ടില്ലെന്ന് മാത്രമല്ല നേരിയ തോതിൽ ഒരു വിൽപ്പനയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. ചെറുകിട നിക്ഷേപകരും വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ സഹായമാവുകയും ചെയ്തു. വരും ദിവസങ്ങളിലും ഈ രീതിയിലൊരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് സഹായകരമായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വിപണിയിലുള്ളതും. ആഗോള വിപണികളിലെല്ലാം നേട്ടമായിരുന്നു. ഇന്നലെ US വിപണിയിലും യൂറോപ്യൻ വിപണിയിലും നേട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. സാങ്കേതികമായും വിപണി സൂചികകൾ ഉയർന്ന നിലവാരത്തിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ചും മുൻനിര സൂചികയായ നിഫ്റ്റി 25,500 എന്ന നിലവാരം ഭേദിച്ചാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി 25,750 എന്നുള്ള നിലവാരത്തിലാണ് ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്ന ആ ഒരു നിലവാരവും കൂടി ഭേദിച്ചു കഴിഞ്ഞാൽ 26,000-ലേക്കുള്ള നീക്കം സുഗമമാവുകയും ചെയ്യും. എന്തായാലും അതിന് ഏറ്റവും പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്ന നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നിക്ഷേപം തുടരുകയാണ് തീർച്ചയായും ആ ഒരു നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്യും. അടിസ്ഥാന നിലവാരമായി ഇനി 25,400 ആയിരിക്കും നിലനിൽക്കുക. ആ ഒരു നിലവാരത്തേക്ക് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നിക്ഷേപകർ ലാഭം എടുക്കുകയാണെങ്കിൽ അത് വിപണിയിലേക്ക് ഒരു നേരിയ വിൽപ്പനയ്ക്ക് സാധ്യതയൊരുക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക.